നമസ്കാരം, ഞാൻ ദിനേഷ് സൗവർണിക. ഇന്ന് ബോഗൺവില്ലേനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. നമ്മൾ ഈ ഹൈബ്രിഡ് ഇനം ബോഗൺവില്ലയൊക്കെ ഇപ്പോൾ വേര് പിടിപ്പിച്ച് കമ്പ് കുത്തി വേര് പിടിപ്പിച്ച് തയ്യാറാക്കി വരികയാണ്. ഇത് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് സിൽവർ ഡിലൈറ്റ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. അത് പൂവ് തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. ഇത് കളറ് നെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ഇപ്പോൾ ഒരു പെയിൽ ഗ്രീൻ വൈറ്റ് കളറിലുള്ള പൂവാണ് വന്നിട്ടുള്ളത്. ഇനി അതിങ്ങനെ കളർ ചേഞ്ച് ആയിട്ട് വരും. അപ്പോൾ ഈ സിൽവർ ഡിലൈറ്റിൻ്റെയും അതുപോലെ ഹൈബ്രിഡ് ഇനങ്ങളുടെ കുറച്ചെണ്ണത്തിൻ്റെ തൈകളൊക്കെ ഇങ്ങനെ റെഡിയായി വേര് പിടിച്ച് വരുന്നു. ഇത് കുറച്ച് വലുതായതാണ്. അങ്ങനെ തൈകൾ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. അപ്പം ഏതൊക്കെയാണ് ഉള്ളത് നമ്മളെ കയ്യിലുള്ളതെന്ന് അടുത്ത വീഡിയോയിലോ അല്ലെങ്കിൽ നേരിട്ട് വിളിക്കുമ്പോഴൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഈ ബോഗൺവില്ലേനെ കുറിച്ച് ഞാൻ മുന്നൊരു ചെറിയൊരു വീഡിയോ ചെയ്തപ്പോൾ ആളുകൾ ചോദിച്ചിരുന്നു ഈ സമയത്ത് പ്രൂൺ ചെയ്യാൻ പറ്റുമെന്ന്. ഏറ്റവും നല്ല സമയം ഈ ഒക്ടോബർ തന്നെയാണ്. ഒക്ടോബർ മാസത്തിൽ പ്രൂൺ ചെയ്ത് ഞാനിത് തുടക്കത്തിൽ പ്രൂൺ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ ചെടി ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒക്ടോബർ മാസത്തിൽ പ്രൂൺ ചെയ്തിട്ട് വളങ്ങൾ നന്നായി കൊടുക്കുക. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, പ്രൂൺ ചെയ്യുന്നതിൻ്റെ 10 ദിവസം മുന്നേ വളങ്ങളൊക്കെ നല്ലോണം കൊടുത്തതിൻ്റെ ശേഷം പ്രൂൺ ചെയ്യുക. പ്രൂൺ ചെയ്യുമ്പോൾ ഈ ബോഗൺവില്ലയ്ക്ക് ചെയ്യേണ്ടത് 2 രീതിയിൽ ചെയ്യാം. ഹാർഡ് പ്രൂണിങ് ചെയ്യാം, സോഫ്റ്റ് പ്രൂണിങ് ചെയ്യാം. നല്ല കൊമ്പുകൾ കട്ടിയുള്ളതൊക്കെ വെട്ടിക്കളഞ്ഞാൽ ആ പൊടിപ്പ് വന്ന് കൊമ്പ് നീളൻ ആയി വരണമെങ്കിൽ കുറച്ച് സമയം എടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ഒക്ടോബറിലൊക്കെ ഹാർഡായിട്ടുള്ള പ്രൂണിങ് ചെയ്യാം. ഹാർഡ് പ്രൂണിങ് ചെയ്തതിന് ശേഷം പൊടിച്ചു വരുന്ന കൊമ്പുകൾക്ക് കൃത്യമായി ന്യൂട്രിയൻ്റ് കിട്ടാൻ വേണ്ടി ഇല വഴിയും കടക്കിലും ഫോളിയർ സ്പ്രേ ആയിട്ടും വേരിലേക്കുള്ള വളവും കൊടുക്കുക. അത് ഏത് വളം കൊടുക്കാനേ നിങ്ങൾക്ക് ജൈവവളം ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടി വെച്ച്, ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പുമണ്ണാക്ക് തൊട്ടുള്ള ജൈവവളങ്ങൾ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. എപ്പോഴും ഏത് വളം കൊടുക്കുന്നതിൻ്റെയും കുറച്ച് മുന്നേ നമ്മൾ വാം കൊടുക്കുക, അല്ലെങ്കിൽ കടലപ്പിണ്ണാക്കും അങ്ങനത്തെ ഏതെങ്കിലും ജൈവവളത്തിന് സ്ലറി കൊടുത്ത് ഇട്ട് കഴിഞ്ഞിട്ട് 4 ദിവസം കഴിഞ്ഞിട്ടാണ് കൊടുക്കണമെന്ന് വെച്ചാൽ എന്താ ഗുണം എന്നറിയോ? വേരുപടലങ്ങൾക്കിടയിലുള്ള ബാക്ടീരിയകളൊന്ന് എനർജറ്റിക് ആയി ഉഷാറായി നിൽക്കും. നമ്മൾ കൊടുക്കുന്ന വളം മുഴുവൻ വലിച്ചെടുക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ളൊരു വളപ്രയോഗമാണ് ഞാൻ ചെയ്യുന്നത്. മറ്റേതെന്താ കുഴപ്പമെന്ന് പറഞ്ഞു വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു മണ്ണിൽ ബോഗൺവില്ല നിൽക്കുന്നുണ്ട്, അതിന് കടക്കിൽ കൊണ്ടുപോയി കുറേ വളം ഇട്ട് കൊടുത്താൽ അത് വലിച്ചെടുത്തിട്ടില്ലെങ്കിലോ ചെടികൾ, ബോഗൺവില്ലയുടെ വേരുകൾ വലിച്ചെടുത്തിട്ടില്ലെങ്കിൽ, അതിനാണ് നമ്മൾ ലേശം എന്തെങ്കിലും ജൈവവളം എന്തെങ്കിലും കൊടുത്താൽ ബാക്ടീരിയ സാന്നിധ്യം ഒന്ന് ഉറപ്പാക്കുന്നത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല വളർച്ച കിട്ടും.